60 odd miles from a plan. Is it too late to learn to listen? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാരങ്ങയൊക്കെ പിടിച്ച് നിൽക്കുകയല്ലേ, ഒരു നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന്. അങ്ങനെ തന്നെ ഞാൻ നാരങ്ങ പറിക്കാനായി പോയി. ആദ്യം പിടിച്ച നാരങ്ങ വന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് വേറൊരു നാരങ്ങ പിടിച്ചു, അത് വന്നു. നല്ല സുന്ദരൻ നാരങ്ങയാണ്. സോ നമ്മൾ ഇനിയിപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ നാരങ്ങയ്ക്ക് പ്രത്യേക ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. മേ ബി ഫ്രഷായിട്ട് പറിച്ചെടുക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ. എനിവേയ്സ്, ഞാൻ പിച്ചത്തിക്കെടുത്ത് കട്ട് ചെയ്ത് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി. അതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡേ ഒഫീഷ്യലി സ്റ്റാർട്ട് ആണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം 12 മണിയായി. ഞാനിങ്ങനെ കറങ്ങി നിന്നു. ഇനി പക്ഷേ നമ്മൾ സീരിയസ് ആകാൻ പോവുകയാണ്. കാരണം നമുക്ക് കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ആയുധങ്ങളെല്ലാം എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്ക് സെറ്റപ്പ്. എങ്ങനെയുണ്ട്, നൈസല്ലേ? അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ആർട്ടിക്കിൾസൊക്കെ വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരു സംഭവം നടന്നു. അതായത് അത്ര വലിയ സംഭവമൊന്നുമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫോൺ കാണുന്നില്ല. അങ്ങനെ ഞാൻ അവിടെയൊക്കെ തപ്പി ചാടി എണീറ്റു. നോക്കിയപ്പോൾ അപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്, എൻ്റെ ഫോൺ വെച്ചാണല്ലോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. എന്നാലും അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയപ്പോൾ ഞാൻ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. എനിവേയ്സ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ ഒത്തിരി തവണ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇടയ്ക്കിടെ കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നോട്ട്സ് എഴുതി വയ്ക്കാം എന്ന്. സോ അതാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ചിലപ്പോഴൊക്കെ ഒരു പോയിൻ്റ് എത്തുമ്പോൾ തോന്നും, അയ്യോ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ, ഈ പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഓക്കെ, കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, കുറേ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ സംടൈംസ് ഇതിനൊരു റിവാർഡിങ് പ്രോസസ്സ് എന്നൊക്കെ പറയാം. സംടൈംസ്, എല്ലായ്പ്പോഴും അല്ല. എനിവേയ്സ്, അത് കഴിഞ്ഞ് ഞാൻ പത്രം വായിച്ചു. ഈ ലൈബ്രറി പോകുമ്പോൾ ഒരു ഗുണം ഇതാണ്, അവിടെ പത്രം ഉണ്ടാവും. അപ്പോൾ കുറച്ച് പത്രമൊക്കെ വായിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്സായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് തണ്ണിമത്തനാണ്. എനിക്ക് പഠിക്കാൻ നേരത്ത് വിശക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇന്ന് തണ്ണിമത്തൻ ഉണ്ടായിരുന്നതുകൊണ്ട് തണ്ണിമത്തൻ എടുത്തു. എൻ്റെ കൂടെ ഞാൻ റിവിഷൻ കുറച്ച് ചെയ്യുകയാണ്. ഞാൻ മുമ്പ് എഴുതി വെച്ചിരുന്ന നോട്ട്സ് ഒന്ന് വായിച്ചു. പിന്നീട് അതിൽ ചില മാർക്കിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ലൈബ്രറി സെഷൻ അങ്ങനെ അവസാനിക്കുകയാണ്. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിച്ചോളൂ എന്ന് തോന്നും, പക്ഷേ സമയം ഒത്തിരി അങ്ങ് പോയിട്ടുണ്ടായിരിക്കും. ഞാനൊരു ഉച്ചയായപ്പോൾ വന്നതാണ്, ഇപ്പോൾ ഒരു 5-5:30 മണി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ലൈബ്രറീനടുത്ത് പയ്യൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ ടി വിയൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു, പിന്നെ കുറച്ച് നടക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്ന് രാത്രി ഒരു ചെറിയ സ്റ്റഡി സെഷൻ വെച്ചു. വളരെ കുറച്ച് സമയം മാത്രമേ ഇരുന്നിട്ടുള്ളൂ. എന്നാലും ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു കുറച്ച് ഭാഗം വരെ വായിച്ചു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ശുഭദിനാശംസകൾ നേരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ രാത്രിയാണ് കാണുന്നതെങ്കിൽ ഗുഡ് നൈറ്റ് ഗൈസ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.